ഹായ്. കൈ കൈ തന്നു. ഈ കൈ അങ്ങനെ. മിടുക്കൻ മിടുക്കൻ മിടുക്കൻ. ഹായ് ഫ്രണ്ട്സ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഭ്രൂണമായിക്കടെ നിൽക്കുന്നതേ ഇട്ടപ്പോൾ ഏതോ സുഹൃത്ത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞാൻ വെള്ളമടിച്ചിട്ടാണോ നിൽക്കുന്നതെന്ന് ചോദിക്കുവാൻ ഇടയായിട്ടുണ്ട്. ഞാൻ വെള്ളമടിക്കുന്ന ആളല്ല കേട്ടോ. ലഹരി പദാർത്ഥങ്ങളോട് എതിർത്ത് നിൽക്കുന്ന, ലഹരിക്കെതിരെ പോരാടുന്ന വ്യക്തിയാണ് ഞാൻ കേട്ടോ. 10-15 വർഷം മുന്നേയൊക്കെ ഞാൻ കുറച്ച് ഉപയോഗിച്ചൊക്കെ നോക്കിയിട്ടുണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, രുചിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ജീവിതത്തെ തകർക്കുമെന്നും ഇന്ന് നടക്കുന്ന പല പ്രതിസന്ധികളുടെയും പല അക്രമങ്ങളുടെയും കാരണം ലഹരി അമിതമായ ഉപയോഗത്തിൽ അടിമപ്പെട്ട തലമുറയ്ക്ക് പറ്റിയ ഒരു ഭവിഷ്യത്താണ്. അതുകൊണ്ട് അതിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ ലഹരിയിൽ സുഖം കണ്ടെത്തുന്നെങ്കിൽ, ലഹരിയിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടെന്ന് തോന്നിയാൽ അത് മിഥ്യാധാരണയാണ് കേട്ടോ. നിങ്ങളുടെ നാശത്തിനും നിങ്ങളുടെ സകല സമാധാനക്കേടിനും അത് ഉപകരിക്കത്തുള്ളൂ, അല്ലാതെ അത് ഗുണം ചെയ്യുന്നതല്ല. അതുകൊണ്ട് ഞാനന്ന് എൻ്റെ ഷോൾഡർ ഇറങ്ങിയിട്ട് കുറച്ച് വേദനയിലൊക്കെ ആയിരുന്നു. അന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ബ്രൂണോയുടെ കൂടെ വന്ന് ഇരുന്നതാണ് കേട്ടോ. കണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ വന്നാലും ഏത് പ്രശ്നങ്ങൾ വന്നാലും തരണം ചെയ്യണമെങ്കിൽ, ദൈവവിശ്വാസമുള്ള ആളാണെങ്കിൽ, വ്യക്തിപരമായ എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയാം, എന്തൊക്കെ പ്രതിസന്ധി വന്നാലും നമുക്ക് അവിടെ സമാധാനം അനുഭവിക്കാൻ കഴിയും. അത് ലഹരി തരുന്ന സമാധാനമല്ല ദൈവവിശ്വാസിക്ക് കിട്ടുന്നത്, ഇല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിച്ച് കിട്ടുന്ന ഒരു സമാധാനമോ സന്തോഷമല്ല. പിന്നെയോ നിസ്വാർത്ഥമായ സമാധാനം, അസ്തമിക്കാത്ത സമാധാനം. അതുണ്ടെങ്കിൽ പിന്നെ എന്ത് വേണം? കയ്യിൽ ഒന്നുമില്ലെങ്കിലും, ദാരിദ്ര്യമാണെങ്കിലും, ശൂന്യതയാണെങ്കിലും, ഞാൻ ദൈവവിശ്വാസി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ എപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ആത്മഹത്യ പ്രവണതയിലേക്കൊക്കെ പോകുന്ന തലമുറയോടും കുഞ്ഞുങ്ങളോടും എനിക്ക് പറയാനുള്ളത്, മാതാപിതാക്കളോടും പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവവിശ്വാസത്തിൽ വളർത്തിയെങ്കിൽ, ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ, അവരുടെ ഏത് പ്രതിസന്ധികളിലും അവർ തരണം ചെയ്യുവാൻ പ്രാപ്തരായിത്തീരും. അത് എൻ്റെ ജീവിതത്തിലൂടെ കിട്ടിയ അനുഭവമാണ്. ഞാൻ എല്ലാ ജീവികളെയും സ്നേഹിക്കുന്ന ഒരാളാണ്. എന്നിരുന്നാലും കുഞ്ഞുങ്ങളെ കടിച്ചു കയറുന്ന തെരുവുകളിൽ അലഞ്ഞു നടക്കുന്ന നായ്ക്കളോടൊന്നും എനിക്ക് അനുകമ്പയില്ല. ഞാൻ അതിനെയൊക്കെ നിയന്ത്രിക്കണം എന്നാണ് ഞാൻ പറയുക. മനുഷ്യജീവനാണ് ഏറ്റവും വലുത്. മനുഷ്യൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി, മനുഷ്യൻ്റെ നമുക്കൊരു കടിയേൽക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ വേദന നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ 3-4 ദിവസം മുന്നേ നടന്ന് യാത്ര ചെയ്യുവാനിടയായി. കുറച്ച് കാട്ടിൻ്റെ ഭാഗത്തുകൂടെ, കാടിലൂടെ നടന്നു വരുന്ന വഴിക്ക് ഒരു 8 നായ്ക്കളെങ്കിലും എന്നെ വളഞ്ഞ് ആക്രമിക്കുവാൻ, കടിക്കുവാൻ ഓടി വന്നു. എൻ്റെ മനോധൈര്യവും ചെറുത്തുനിൽപ്പും കൂടി ഉള്ളത് കൊണ്ട് ഞാൻ അവിടെ കടി കിട്ടാതെ രക്ഷപ്പെട്ടു. അപ്പോൾ അത് വേറൊരു കുഞ്ഞുങ്ങളാണെങ്കിലോ, വേറൊരു നിസ്സഹായത അവസ്ഥയിലുള്ള ആളാണെങ്കിലോ ഉറപ്പായിട്ട് നായ്ക്കൾ കടിച്ചു കീറിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത്, ആരും നായ്ക്കളെ 5-6 വളർത്തുന്നതൊക്കെ നല്ല ആയിക്കോട്ടെ, പക്ഷേ ചുമ്മാ തുറന്ന് വിട്ട് മനുഷ്യന് ഉപദ്രവിക്കുന്ന ആരും കാരണമാകരുത്. അത് നിങ്ങൾക്കത് വേറൊരിടത്ത് ചെല്ലുമ്പോൾ
അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷേ നായ്ക്കളോ ഇനി എന്ത് ജീവികളായിക്കോട്ടെ വഴിയിൽ അപകടത്തിൽപ്പെട്ട് കിടന്നാൽ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന പോലെ നമ്മൾ അതിനെ സേവനം ചെയ്യുക. മൃഗങ്ങളിലെ ഏറ്റവും നന്ദിയുള്ള മൃഗം തന്നെയാണ് നായ. എൻ്റെ അനുഭവത്തിൽ ഒരു നാൾ നമ്മൾ തീറ്റ കൊടുത്താൽ അതിൻ്റെ സ്നേഹം കണ്ടു കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാലും നമ്മളോട് അതിൻ്റെ സ്നേഹം കാണുമ്പോൾ നമുക്ക് അവയെ ഒരിക്കലും ഉപദ്രവിക്കാൻ തോന്നത്തില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരും പ്രകൃതിയെ സ്നേഹിക്കുന്നവരും മനുഷ്യരെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കുന്നവരുമാകി തീരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ലഹരിക്കെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം. ലഹരി ഒരിക്കലും നമുക്ക് സമാധാനത്തിന് കാരണമാകത്തില്ല, അസമാധാനത്തിന് കാരണമാകുള്ളൂ. യുവതലമുറയ്ക്ക് അത് അറിയത്തില്ല. ഇപ്പോൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. അവരെ ദൈവവിശ്വാസത്തിലേക്ക് വളർത്താൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ, നമ്മൾ ദൈവവിശ്വാസിയായി തീർന്നെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധിയിലും ഏത് സഹനങ്ങളിലും ഏത് സങ്കടങ്ങളിലും ഏത് സാഹചര്യങ്ങളിലും നമുക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയും. പല പ്രാവശ്യം മരണത്തെ മുഖാമുഖം കണ്ടിട്ടും പല പ്രാവശ്യം അപകടങ്ങളിൽപ്പെട്ടിട്ടും ഈ ദൈവവിശ്വാസം ഉണ്ടായതുകൊണ്ടും ദൈവത്തെ അറിഞ്ഞ വ്യക്തി ആയതുകൊണ്ടുമാണ് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അടിയുറച്ച് പറയാൻ കഴിയും, ദൈവമുണ്ട്. ദൈവത്തെ അന്വേഷിക്കാൻ കണ്ടെത്തും. നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല ദൈവം. അതുകൊണ്ട് ആരെങ്കിലും ദൈവമില്ലെന്നൊക്കെ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ അവർക്ക് എതിരല്ല. പക്ഷേ അവരന്വേഷിച്ച് കണ്ടെത്തട്ടെ. എന്നോടാരും പറഞ്ഞു പഠിപ്പിച്ചതോ ഒരു മതനേതാക്കന്മാരോ മതമോ പഠിപ്പിച്ചതല്ല. പിന്നെയോ എൻ്റെ അനുഭവത്തിലൂടെ അറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അവിടെ ക്ഷമയോടെ ദയയോടെ കേൾക്കണമേ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മൃഗങ്ങളെ സ്നേഹിക്കുവാനും എല്ലാത്തിനും വേണ്ടി പ്രകൃതിയോട് മൊത്തം കരുണ കാണിക്കുവാനും നമുക്ക് മനസ്സും ഉണ്ടാകട്ടെ. ഹായ്. ഞാൻ ഡോണയുടെ അടുത്തേക്ക് ഒന്നുകൂടെ പോവുകയാണ്. അന്ന് എന്നെ തെറ്റിദ്ധരിച്ചവരോട് ഞാൻ സോറി ചോദിക്കുന്നു, സോറി പറയുന്നു. കാരണം എൻ്റെ കൈ ഷോൾഡർ ഇറങ്ങിയ വേദനയിൽ ഞാനൊന്ന് റിലാക്സ് ആകാൻ വേണ്ടി അവൻ്റെ അടുത്ത് വന്ന് നിന്നതാണ് കേട്ടോ. എന്നിട്ട് തെറ്റിദ്ധരിക്കണ്ട. ഹായ്. കൈ കൈ അവൻ കിടന്നുകൊണ്ടായാലും കൈ തരുന്ന കണ്ടോ. കുട്ടാപ്പി